രൂപത്തിൽ ഒരു 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 തർക്കമെങ്കിലും വന്നാൽ ഇന്ത്യയും പാകിസ്ഥാനും ക്രിക്കറ്റ് കളിക്കുമ്പോഴൊക്കെ നമുക്കറിയാം, ഉടനെ തന്നെ ഇന്ത്യൻ സാധനങ്ങൾ ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞ് പാകിസ്ഥാനിൽ അലമുറയിടും. ഇപ്പൊ ഷാഹിദ് അഫ്രീദി അറിയാം, പഹൽഗാം ഭീകരാക്രമണത്തിൽ അവൻ നടത്തിയ ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള പ്രസ്താവനയ്ക്ക് ശേഷം അവനെ ആനയിച്ചു കൊണ്ടുപോയി ഇരുത്തി അറേബ്യയിലെ മലയാളി പ്രവാസി സംഘം അവനെ ആദരിക്കുന്ന ഒരു വിഷയം നമ്മൾ കണ്ടില്ലേ, ഒരു വിഷ്വൽ നമ്മൾ കണ്ടില്ലേ. ഇങ്ങനെ ഇന്ത്യ വിരുദ്ധർ ഇന്ത്യക്കകത്ത് തന്നെ വർദ്ധിച്ചു വരുന്നത് പോലെ തന്നെ ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം ആരോടും അവർക്ക് ഒരു രൂപത്തിലുള്ള വിരോധവുമില്ല. ആരെയും നശിപ്പിക്കണമെന്നോ ആരെയും തകർക്കണമെന്നോ ഒരു ചിന്തയുമില്ല. അതുകൊണ്ടാണ് ഔദ്യോഗിക ഭാഷയായി അറബി അംഗീകരിച്ചത് പോലും. മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഗ്രാൻറ്റുകൾ നൽകി, പണം നൽകി, ശമ്പളം നൽകി, ഉസ്താദുമാർക്ക് വേണ്ടുന്ന ആനുകൂല്യങ്ങൾ നൽകി നിരവധി മസ്ജിദുകൾ പോലും ഇസ്രായേലിന്റെ ഭരണകൂടം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, പലസ്തീനിലെ ജനങ്ങൾക്ക് ജോലി കൊടുത്തത് ഇസ്രായേലാണ്. പലസ്തീൻ ഇന്ധനം സർവേ ചെയ്തത് ഇസ്രായേലാണ്. ഇന്ധനം മാത്രമല്ല, ഇന്റർനെറ്റ്, പണം, സഹായം, വെള്ളം, വഴി, വെളിച്ചം എല്ലാം നൽകി. ഇതെല്ലാം അനുഭവിച്ചിട്ടൊരിക്കൽ ജൂതനെ മുഴുവനും നശിപ്പിച്ചാൽ ഇതെല്ലാം നമ്മുടേത് മാത്രമാകത്തില്ലേ എന്ന് ചിന്തിച്ചു ഒരു വിഭാഗം ആളുകൾ. ഇന്ത്യയും പാകിസ്ഥാന് കയ്യഴിഞ്ഞ് സഹായിക്കുന്നു, അഫ്ഗാനെ സഹായിക്കുന്നു, തുർക്കിയെ, ബംഗ്ലാദേശിനെ, സിറിയയെ, എല്ലാവരെയും സഹായിച്ചും സഹകരിച്ചും സ്നേഹിച്ചും അവരുടെ ആവശ്യഘട്ടത്തിലൊക്കെ അവർക്ക് കയ്യെത്തിപ്പിടിക്കാവുന്ന ദൂരത്തിലുമാണ് ഇന്ത്യ ഉള്ളത്. എന്നിട്ടും ഇന്ത്യയോടുള്ള അമർഷം ബംഗ്ലാദേശ് എങ്ങനെയാ പ്രകടിപ്പിച്ചത്? ഹിന്ദുക്കളെ കൊന്നൊടുക്കിയിട്ടായിരുന്നു. ഒരു മുസ്ലിം രാഷ്ട്രത്തെയും ഇസ്രായേലും അങ്ങോട്ട് പോയി ആക്രമിച്ചിട്ടില്ല. ഒരു മുസ്ലിം വിരോധവും ഇന്ത്യയും വച്ചു പുലർത്തിയിട്ടില്ല. നമുക്ക് ഇങ്ങോട്ട് വരുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കാനുള്ള റൈറ്റ്സ് ഇസ്രായേലിനുമുണ്ട്, ഇന്ത്യക്കുമുണ്ട്, എല്ലാ രാജ്യത്തിനുമുണ്ട്. സിവിലിയൻസിനെ ഒഴിവാക്കി ശത്രുവിന്റെ സൈനിക തീവ്രവാദ കേന്ദ്രങ്ങളെ മാത്രം തെരഞ്ഞു പിടിച്ചാക്രമിക്കുക എന്ന തത്വമാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിൽ നടത്തിയതും ഇസ്രായേൽ തിരിച്ചു ചെയ്തതും അതുതന്നെയാണ്. എപ്പോഴും യുദ്ധത്തിന്റെ നിയമങ്ങളെ മാനിക്കുകയും യുദ്ധ നിയമങ്ങൾ അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന മാനവികതയുള്ള രണ്ട് രാജ്യങ്ങളാണ്, ഒന്ന് ഇസ്രായേലും ഒന്ന് ഇന്ത്യയും. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം മതവൈരം അവർക്കില്ല, അവർക്ക് മതമില്ല. അവരുടെ മതമനുസരിച്ച് മുന്നോട്ട് പോകുമ്പോഴും അവന്റേതായിട്ടുള്ള വിശ്വാസം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ റൈറ്റ്സും ഇസ്രായേലിന് പറയുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഇസ്ലാമിക രാജ്യത്ത് പോലും മറ്റു മതങ്ങളെ അംഗീകരിക്കാത്ത നയങ്ങളും തന്ത്രങ്ങളും നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇസ്രായേൽ എല്ലാ രൂപത്തിലും മറ്റു മതങ്ങളെ ആദരിക്കുന്നു. അറബി എന്തുകൊണ്ടാണ് ഇസ്രായേലിന്റെ രണ്ടാമത്തെ ഔദ്യോഗിക ഭാഷയായിട്ട് അംഗീകരിച്ചത്? അവരുടെ മാനവികത മാത്രമാണ്. അവർക്കങ്ങനെ ചിന്തിക്കാൻ സാധിക്കുന്നത് അവരുടെ തലച്ചോറുകളിൽ മതം എന്ന ക്യാൻസർ ഇല്ലാത്തത് കൊണ്ടാണ്. അന്യമതങ്ങളെ ഇല്ലാതാക്കുക എന്ന തത്വമല്ല അവർ ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ടാണ്. 700ഓളം മുസ്ലിം പള്ളികൾ ഇസ്രായേലിന്റെ നിയന്ത്രണത്തിൽ. അവിടുത്തെ ഇമാമുമാർക്ക്, ഉസ്താദുമാർക്ക് ശമ്പളം കൊടുക്കുന്നതും കുട്ടികൾക്ക് ഗ്രാന്റ് കൊടുക്കുന്നതും പള്ളിയുടെ എല്ലാ തരത്തിലുള്ള നടത്തിപ്പിന് വേണ്ടിയും പണം വാരിയെറിയുന്നത് ഇസ്രായേൽ ഗവൺമെന്റ് ആണ്. 700 പള്ളികൾ. ഇത്രമാത്രം ഈ ഹമാസ് ഇസ്രായേലിനോട് ചെയ്തിട്ടും ഏതെങ്കിലും രൂപത്തിൽ ഒരു മതവൈരം ഇസ്രായേലിനുണ്ടോ? മുസ്ലിങ്ങളുടെ പെരുന്നാൾ ഇസ്രായേലിലെ എല്ലാ ജനങ്ങളും ആഘോഷിക്കുന്നു. ഒരു പക്ഷേ പാകിസ്ഥാനികൾ ബലി പെരുന്നാൾ ആഘോഷിച്ചതിനേക്കാൾ ഏറെ സന്തോഷത്തോടുകൂടി ഇസ്രായേലിലെ മുസ്ലിങ്ങൾക്ക് പെരുന്നാൾ ആഘോഷിക്കാൻ സാധിക്കുന്നുണ്ട്. പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് എപ്പോഴാണ് പൊട്ടിത്തെറിക്കുന്നത് എന്നറിയില്ല. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പോലും ഒരു ഭയമില്ലാതെ അവർക്കതിന് സാധിക്കുന്നു എന്നതാണ് പ്രധാനം. ഇത്രയും നാളും ഗാസയിൽ ഉണ്ടായിരുന്ന മുസ്ലിങ്ങൾക്ക് സൗജന്യമായിട്ടല്ലേ വൈദ്യുതിയും കുടിവെള്ളവും മെഡിക്കൽ സംവിധാനങ്ങളും കുട്ടികൾക്കുള്ള കെയർ ഫുഡുകൾ എല്ലാം സൗജന്യമായിട്ടാണ് ഇസ്രായേൽ നൽകി വന്നത്. അവരുടെ മാനവികത കൊണ്ടാണ്. അവർക്കങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നത് അവർ മതത്തിൽ നിന്നും വിഭിന്നമായി ചിന്തിച്ചതുകൊണ്ടാണ്.
അവർ എന്നെ പോലെ മനുഷ്യജീവികളാണ്, എൻ്റെ സഹജീവിയാണവൻ. ഞാൻ അനുഭവിക്കുന്ന എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും അവനും അനുഭവിക്കാൻ ബാധ്യസ്ഥനാണ്. ഈ ഭൂമിയിൽ ജനിച്ചു എന്ന കാരണത്താൽ എന്ന് ചിന്തിക്കാൻ ജൂതന് സാധിക്കും. അതുകൊണ്ടാണ് ജൂതനെ കാണുമ്പോൾ നമുക്ക് സല്യൂട്ട് അടിക്കാൻ തോന്നുന്നത്. ഇസ്രായേലിന്റെ അവരുടെ പ്രശ്നം നിലനിൽപ്പാണ്. അവരെ ഒരു കാലത്തും സമാധാനത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ഹമാസും ഹൂതികളും ഹിസ്ബുല്ലയും ഒക്കെ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇറാനാണ് അതിന്റെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ചാലകശക്തി. ഹമാസിന് ആയുധം നൽകി, പണം നൽകി, പിൻബലം നൽകി, അനുയായികളെ നൽകി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇറാനാണ്. ഇസ്രായേലിന്റെ അവരുടെ പ്രശ്നം നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരമാണ്. അവരുടെ പൗരന്മാരുടെ സംരക്ഷണവും ആ രാഷ്ട്രത്തിന്റെ നിലനിൽപ്പും അവരുടെ പ്രശ്നമാണ്. ഇസ്രായേൽ രൂപീകൃതമായ കാലഘട്ടം മുതൽ തന്നെ അവരെ ഇല്ലാതാക്കാൻ മുസ്ലിം രാജ്യങ്ങൾ ഒന്നടങ്കം ഒരുമിച്ച് നിന്ന് ശ്രമിച്ചു. പക്ഷേ ഇസ്രായേലിന് നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തത് കൊണ്ട് നിന്ന് പൊരുതിയാണ് അവർ ആ നിലനിൽപ്പിന് വേണ്ടിയുള്ള ആ ഒരു പ്ലാറ്റ്ഫോം അവർ രൂപപ്പെടുത്തിയത്. അവർ ഗ്രൗണ്ട് ഇട്ട് വെച്ചു, അവരുടെ പ്ലാറ്റ്ഫോം ഉറച്ചു നിന്ന് പൊരുതാൻ. ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ അവർക്ക് സാധിക്കില്ല എന്നവർക്കൊരു തോന്നൽ ഉണ്ടാക്കി കൊടുക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞു. ചെറിയ രാജ്യമായിട്ട്, കുറച്ചാളുകൾ ഉണ്ടായിട്ട്, കുറച്ച് സൈന്യം ഉണ്ടായിട്ട്, സാങ്കേതിക വിദ്യകൾ ചെറിയ തോതിൽ ആ കാലഘട്ടത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ട് പോലും ഇസ്രായേലിനെ പിടിച്ചു നിൽക്കാൻ സാധിച്ചത്, അവർക്ക് ഇവരോട് പൊരുതി നിൽക്കാൻ കഴിഞ്ഞത് അവർക്ക് നല്ല ചിന്താഗതി ഉള്ളത് കൊണ്ടാണ്. ബുദ്ധിയുള്ള അറബ് രാജ്യങ്ങൾക്ക് മനസ്സിലായി ഇവരുമായിട്ട് ഇടയുന്നത് ശരിയല്ല, സമാധാനത്തോടുകൂടി പോകണം എന്ന് അവർ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് സൗദി അറേബ്യയും UAEയും ഖത്തറും ഒക്കെ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചത്. മതപ്പൊട്ടന്മാരാണെങ്കിലോ മതമാണ് തന്റെ തലച്ചോറിൽ എന്ന് ഉറക്കെ പറഞ്ഞ് ഒരു കയ്യിൽ ഗ്രന്ഥവും മറുകൈയിൽ ആയുധവും വായിൽ ജൂതവിരോധവുമായിട്ട് ഇറങ്ങിത്തിരിക്കുക. സ്വന്തം രാജ്യത്തിന്റെ പുരോഗതിയല്ല അവരുടെ ലക്ഷ്യം, സ്വന്തം ജനതയുടെ സുരക്ഷിതത്വമല്ല അവരുടെ പ്രശ്നം. സ്വന്തം ജനതയെ ദുരിതത്തിലാക്കിയിട്ടാണെങ്കിലും ശരി, ഹമാസ് ചെയ്തതുപോലെ പലസ്തീനിലെ സ്ത്രീകളെയും കുട്ടികളെയും പരിചകളാക്കി അവർ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടു. ഒടുവിൽ ആ നേതാക്കന്മാർ ഈജിപ്തിലും ഖത്തറിലും ഇരുന്ന് സുഖലോലുപതയിൽ കപ്പലണ്ടിയും തിന്നിരുന്ന് യുദ്ധം ആസ്വദിച്ചു. ഇരകളാക്കപ്പെട്ടതാറ 100,000-ഓളം സാധാരണക്കാർ കൊല്ലപ്പെട്ടു. അറബികൾ ആദ്യം ആയുധം താഴെ വെച്ചാൽ പശ്ചിമേഷ്യയിൽ സമാധാനമുണ്ടാകുമെന്നും, എന്നാൽ ഇസ്രായേലാണ് ആദ്യം ആയുധം താഴെ വെക്കുന്നതെങ്കിൽ അതോടുകൂടി ഇസ്രായേൽ എന്ന രാഷ്ട്രം ഇല്ലാതാകുമെന്നും അതാണ് സത്യമെന്ന് നെതന്യാഹു വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു. ഇസ്രായേലും മുസ്ലിം രാഷ്ട്രങ്ങളുമായി നടക്കുന്ന പ്രശ്നങ്ങൾ അവസാനിച്ച് പശ്ചിമേഷ്യയിൽ സമാധാനമുണ്ടാകണമെങ്കിൽ ആദ്യം 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകം വലിച്ചെറിയണം. ആ പുസ്തകത്തിനകത്തുള്ള ഗോത്രവിരോധം, ജൂതവിരോധം, അന്യമത വിരുദ്ധത, ഇതൊക്കെയാണ് ഇത്രയും വലിയ യുദ്ധത്തിന് കാരണമായത്. ഇറാനിൽ ആണവാക്രമണം നടത്തിയാൽ അപ്പോൾ ഇസ്രായേൽ അങ്ങനെ ചെയ്യുമെന്ന് ഇറാൻ ഭയക്കുന്നു. പാകിസ്ഥാൻ ഇസ്രായേലിനെതിരെ ആണവായുധം പ്രയോഗിക്കുമെന്ന് ഇറാൻ പറയുമ്പോൾ പാകിസ്ഥാൻ ഇത് അറിഞ്ഞിട്ടേയില്ല. അപ്പോഴും പാകിസ്ഥാനെ ഇസ്രായേലിനെതിരെ തിരിക്കാനും ഇസ്രായേലിനെ പാകിസ്ഥാനെതിരെ തിരിക്കാനും ഇറാൻ പ്രയോഗിക്കുന്ന ഒരു സൈക്കോളജിക്കൽ അപ്രോച്ചാണിത്. ഇറാന്റെ ദേശീയ സുരക്ഷാ കൗൺസിൽ അംഗത്തിന്റെ അവകാശവാദം ഞെട്ടിച്ചിരിക്കുന്നത് അമേരിക്കയെ തന്നെയാണ്. അപ്പോൾ ഇതൊരു ലോകമഹായുദ്ധത്തിലേക്ക് കൊണ്ടുപോകണം എന്ന് ഇറാന് നിർബന്ധമുണ്ട്. ഇറാൻ സകലമാന തയ്യാറെടുപ്പുകളോടും കൂടിയാണ് മറ്റുള്ളവരെ തകർക്കുക, നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഈ യുദ്ധത്തിന് ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. ഇതുപോലെ യുദ്ധം കൊതിക്കുന്ന, യുദ്ധം ആഗ്രഹിക്കുന്ന, യുദ്ധത്തിലൂടെ ഇസ്ലാമിക ലോകം സ്ഥാപിക്കണം, ഇസ്ലാമിക ഭരണം സ്ഥാപിക്കണമെന്നും യുദ്ധത്തിലൂടെ അമുസ്ലിങ്ങളായിട്ടുള്ള കാഫിറുകളെ മുഴുവനും ഇല്ലായ്മ ചെയ്യണമെന്നും ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ആളുകൾ നമ്മുടെ രാജ്യത്തുമുണ്ട്.